പ്രിയമുള്ളവരെ, പിറന്ന നാടിനെയും മനുഷ്യനെയും മനസ്സാക്ഷിയെയും വഞ്ചിക്കാതെ സമത്വവും സാഹോദര്യവും മതേതരത്വവും സംരക്ഷിച്ചുകൊണ്ട് പ്രതീക്ഷകളുടെ ചക്രവാളങ്ങൾക്കുമപ്പുറം നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ തേരോട്ടം നടത്താൻ എന്താണ് പാട്ടൊക്കെ? എന്റെ പെണ്ണേട്ടാ, ഞാൻ ഇടുക്കിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇടുക്കി ഒരു മിടുക്കി എന്നാണല്ലോ. പറഞ്ഞു വരുമ്പോൾ ഞങ്ങളുടെ പാർലമെന്റ് മണ്ഡല ഒരു വലിയ ജില്ലയും പിന്നെ 2 കുഞ്ഞ് നിയമസഭാ മണ്ഡലങ്ങളും കൂടെ. അവിടുത്തെ എംപിയുടെ കാര്യം എന്ത് കഷ്ടമാണെന്നറിയോ? അതന്നെ, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് യാത്ര തുടങ്ങി കഴിഞ്ഞാൽ മണ്ഡലത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്ത് എത്താൻ പറ്റുമോ ഇടുക്കിയിൽ? അയ്യോ, പണ്ട് എന്നോട് ആരോ പറയണ്ട, ആലപ്പുഴ ജില്ലയേക്കാൾ വലുതാണ് ഉടുമ്പൻചോല മണ്ഡലം. അത്രയും വലിയ മണ്ഡലമാണ്. എന്ന് മാത്രമല്ല, ഇടുക്കിയിൽ 5 നിയമസഭാ സെഗ്മെന്റുകൾ കൂടാതെ എറണാകുളം ജില്ലയിലെ കോതമംഗലം, മൂവാറ്റുപുഴ. കോതമംഗലം തന്നെ വലിയൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഏരിയ വെച്ചിട്ട്. 2 നിയമസഭാ നിയോജക മണ്ഡലങ്ങളോട് ചേർന്ന വലിയൊരു പാർലമെന്റ് മണ്ഡലമാണ് ഇടുക്കി. പക്ഷേ ഒരു കാര്യമുണ്ട് ചേട്ടാ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, അപ്പോഴത്തെ സാഹചര്യത്തിനല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ചായ്വ് കാണിക്കുന്നതായിട്ട് പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് ഇടുക്കിക്കാണ് സ്വഭാവം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് ശരിയാണ്. സ്ഥായിയായ ഒരു രാഷ്ട്രീയ സ്വഭാവം നമുക്ക് ഇടുക്കിയിൽ കാണാൻ കഴിയില്ല. പക്ഷെ അതാത് കാലത്തെ രാഷ്ട്രീയം പ്രതിഫലിക്കും. ഇപ്പോൾ കഴിഞ്ഞ തവണ 1.25 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷത്തിനാണ് സിറ്റിംഗ് എംപി ആയിട്ടുള്ള ജോയ്സ് ജോർജ് അവിടെ പരാജയപ്പെടുന്നത് ഡീനിനോട്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് 5 കൊല്ലം മുമ്പ് എന്താ അവസ്ഥ നോക്കൂ. അന്നത്തെ സിറ്റിംഗ് എം പി ആയിരുന്ന PT തോമസ് പരാജയപ്പെടുകയാണ് ജോയ്സിനോട്. അത് ഈ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ സമരമൊക്കെ ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കത്ത് നിൽക്കുമ്പോൾ അതവിടെ പ്രതിഫലിച്ചു. അങ്ങനെ ഇപ്പോൾ PT തോമസ് ജയിക്കുന്നു, ജോയ്സ് ജയിക്കുന്നു, പിന്നെ അതിനുശേഷം ഡീൻ ജയിക്കുന്നു. കേരള കോൺഗ്രസുകൾ മുമ്പ് ജയിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് ജോർജ് LDFിൽ നിന്ന് തുടർച്ചയായി ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ഇടുക്കി. അങ്ങനെ വ്യത്യസ്ത രാഷ്ട്രീയ സ്വഭാവങ്ങൾ എല്ലാ കാലത്തും കാണിച്ചിട്ടുണ്ട്. അവിടെ ഇടത് നേതാക്കൾ MM ലോറൻസിനെ പോലെയുള്ള നേതാക്കൾ ജയിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ PC ചാക്കോ, AC ജോസ് പോലെയുള്ള നേതാക്കൾ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇടുക്കിയെ സംബന്ധിച്ച് ഇടുക്കി അതാത് കാലത്തിൻ്റെ രാഷ്ട്രീയം പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു കാര്യം ചെയ്യട്ടെ, ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ പുനർനിർണയത്തിനൊക്കെ ശേഷം, അതായത് മൂവാറ്റുപുഴ പൊളിച്ചിട്ട് മണ്ഡലം ഉണ്ടാക്കിയല്ലോ, അതിനുശേഷം ഈ ഹൈറേഞ്ച് സംരക്ഷണ സമിതി പഴയ കസ്തൂരംഗൻ സമയത്ത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിരുന്നു. പക്ഷെ കഴിഞ്ഞ പാർലമെന്റ് സമയത്ത് ഈ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഒരു പേപ്പറിൽ ഒതുങ്ങിയ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അല്ല, കഴിഞ്ഞ തവണത്തെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യമായിരുന്നു. കേരളം മുഴുവൻ ഒരു തരംഗം ഉണ്ടായിരുന്നു. എന്നാൽ അതിന് മുമ്പുള്ളത് കുറെ കൂടി വ്യത്യസ്തമാണ്. കാരണം ഓരോ മണ്ഡലത്തിലും അതിൻ്റെതായ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ചർച്ച ചെയ്ത ഇലക്ഷനായിരുന്നു 2014. 2019 ഒരു തരംഗ ഇലക്ഷനാണ്, ഒരു വേവ് ഇലക്ഷൻ എന്നൊക്കെ പറയാവുന്ന ഒരു ഇലക്ഷനാണ് നടന്നത്. 2014 അല്ലെങ്കിൽ മുമ്പുള്ള ഒരു ഇലക്ഷനുമായിട്ടോ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഡീലിമിറ്റേഷൻ കഴിഞ്ഞ് പുതിയ ഇപ്പോഴത്തെ അതിർത്തിയോട് കൂടിയിട്ടുള്ള മണ്ഡലം നിലവിൽ വന്നത് 2009 2009, 2014, 2019 3 തെരഞ്ഞെടുപ്പാണ് നടന്നത്. ഒരു തവണ LDFും 2 തവണ UDFും. അവിടെ PT തോമസ് ജയിച്ചു, ജോയ്സ് ജോർജ് ജയിച്ചു, പിന്നെ ഡീൻ കുര്യാക്കോസും ജയിച്ചു. ഇതാണ് മണ്ഡലത്തിന്റെ ഒരു അവസ്ഥ. കഴിഞ്ഞ തവണത്തെ പോലത്തെ ഒരു ഈസി വാക്ക് ഓവർ ആവുമോ ഡീൻ ഇത്തവണ? ഇടുക്കിയുടെ ഒരു രാഷ്ട്രീയ സ്വഭാവം ഇപ്പോൾ നോക്കൂ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇപ്പോൾ ഈ മണ്ഡലത്തിലെ തന്നെ തൊടുപുഴയും മൂവാറ്റുപുഴയും ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ LDFിൻ്റെ സീറ്റുകളാണ്. കേരള കോൺഗ്രസിൻ്റെ മുന്നണി മാറ്റം ഒരു പ്രധാനപ്പെട്ട ഘടകമായി. റോഷിയുടെ മണ്ഡലമായിട്ടുള്ള ഇടുക്കി ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ CPMന് നല്ല പേരുകളുടെ സെഗ്മെൻറ്റുകൾ അവിടെയുണ്ട്. അവിടെ ഇപ്പോൾ ഉടുമ്പൻചോല, പീരുമേട് പോലെയുള്ള മണ്ഡലങ്ങളിലും അവിടെ തോട്ടം തൊഴിലാളികൾക്കും അതുപോലെ തന്നെ തൊഴിലാളികൾക്കും ഒക്കെ റോളുള്ള മണ്ഡലമാണ്. അപ്പോൾ ഇത് നമുക്ക് UDFന് ഈസി വാക്ക് ഓവർ എന്നൊന്നും പറയാൻ പറ്റുന്ന മണ്ഡലമൊന്നും അല്ല. ഒരു ഫൈറ്റിംഗ് ചാൻസ് അവിടെ ഉണ്ട്. അഭിലാഷേട്ടാ, പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ ഡീൻ ഒരു ഈസി വാക്ക് ഓവർ ആവും ഇതും തോന്നുന്നില്ല. ചിലപ്പോൾ ഒരു മധുരപ്രതികാരത്തിൻ്റെ മണമൊക്കെ ഉണ്ടാവും. അല്ല, ജോയ്സ് തന്നെ ആയിരിക്കും വീണ്ടും സ്ഥാനാർത്ഥി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജോയ്സ് ജോർജിനെ പൊതു സ്വതന്ത്രൻ എന്നുള്ള നിലയിൽ, ഇടതുപക്ഷ സ്വതന്ത്രൻ എന്നുള്ള നിലയിൽ ഇടതുമുന്നണി രംഗത്തിറക്കിയേക്കാം. അല്ലെങ്കിൽ അവർക്കൊരു CPM സ്ഥാനാർത്ഥിയെ തന്നെ ജില്ലാ സെക്രട്ടറി CV വർഗീസ് അടക്കമുള്ള ആളുകൾക്ക് മത്സരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ മണ്ഡലത്തിൻ്റെ ഒരു കാലാവസ്ഥ പരിഗണിച്ച് ജോയ്സിനെ പോലത്തെ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് എത്താനാണ് സാധ്യത. കേരള കോൺഗ്രസിൻ്റെ മുന്നണി മാറ്റം കൂടി വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ലാലത് മറന്നുപോകരുത്. NDA സംബന്ധിച്ച് ഇത്തവണ BJP ആയിരിക്കും അവിടെ മത്സരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം BDJS കോട്ടയം, സുഷാർ വെള്ളാപ്പള്ളി തന്നെ കോട്ടയം മത്സരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും BJP. അതൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ മിക്കവാറും ഇത്തവണയൊക്കെ നാട്ടിൽ പോകുമ്പോൾ ഉണ്ടല്ലോ, പഴയ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന N ഹരിയിൽ പുള്ളിന് മിക്കവാറും ഒക്കെ ഇടുക്കി ജില്ലയുടെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ കോതമംഗലത്തോ മൂവാറ്റുപുഴയിലൊക്കെ എന്തെങ്കിലും ഒരു പരിപാടിയിട്ട് കാണാറുണ്ട്. പുള്ളിക്ക് ആ സീറ്റിലൊരു കണ്ണുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പുള്ളീനെ മത്സരിപ്പിക്കാൻ താല്പര്യം. ഇപ്പം കഴിഞ്ഞ തവണ 1 ലക്ഷം വോട്ടിലേക്ക് BJP അല്ലെങ്കിൽ NDA മുന്നണി എത്താതിരുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ഇടുക്കി. അപ്പോൾ BJPയെ സംബന്ധിച്ച് അല്ലെങ്കിൽ NDA സംബന്ധിച്ചൊരു 1 lakh വോട്ട് എന്നുള്ള ഒരു ടാർഗറ്റ് വെക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. BJPയെ സംബന്ധിച്ച് BJPയുടെ A ക്ലാസ് മണ്ഡലമോ അല്ലെങ്കിൽ BJPക്ക് എന്തെങ്കിലും കാര്യമായി ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയുള്ള മണ്ഡലമോ അല്ല ഇടുക്കി. മത്സരം കൃത്യമായും UDF വേഴ്സസ് LDF എന്നുള്ളത് തന്നെയാണ്. BJPയുടെ വോട്ട് ഷെയർ വളരെ താഴെയാണ് അവിടെ. പിന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈഴവ വോട്ട് ബാങ്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഇടുക്കി എന്നുള്ളത് കാണണം. അങ്ങനെ പക്ഷേ അതിനകത്തൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താനുള്ള സാധ്യത ഇപ്പോൾ BJPക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. LDF വേഴ്സസ് UDF തന്നെ ആയിരിക്കും മത്സരം.
അതിൽ കഴിഞ്ഞ തവണത്തെ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ തവണ 20% എന്താ പറയുക സ്വിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 20% ഒരു പക്ഷത്തേക്കുള്ള വലിയ തോതിലുള്ള മേൽക്കൈ എന്ന് പറയുന്നത് വലുതാണ്, ഹ്യൂജാണ്. അത്രയും വലിയൊരു വിജയം എന്തായാലും ഡീൻ ഇത്തവണ നേടാൻ സാധ്യത, സാഹചര്യങ്ങളൊക്കെ മാറി മാറിയിട്ടുണ്ട്. അത് സാധ്യതയില്ല. പക്ഷേ സ്റ്റിൽ UDF ആണ് അവിടെ അപ്പർ ഹാൻഡ് ഉള്ള മുന്നണി. UDF നാണ് അവിടെ ഒരു പോൾ പൊസിഷൻ. വീട്ടിൽ നിന്നൊരു കോൾ വരുന്നുണ്ട്. എന്നായി? അയ്യോ, ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ? കിട്ടുന്ന ഇറക്കി കൊടുക്കുക. ശരി, റബ്ബറിനൊന്നും ഒരു വിലയില്ല കേട്ടോ. റബ്ബറിന് വിലയില്ലാത്തത് ഒരു പുതിയ കാര്യമല്ലല്ലോ. ഇത്തവണ വെറും 10 രൂപയല്ലേ വില സ്ഥിരതാ ഫണ്ട് കൂട്ടിയത് ബജറ്റിൽ. അതേ കോട്ടയത്ത് വിവരം അറിയും. കോട്ടയത്ത് വിവരം അറിയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഈ നിന്നോണ്ട് സംസാരിച്ച് മടുക്കണ്ട, ഇരിക്കുക. നമുക്ക് ഇരുന്നുകൊണ്ട് സംസാരിക്കാം കോട്ടയത്തൊക്കെ എന്ത് സംഭവിക്കുന്നു. എൻ്റെ പൊന്നിത്താണ് കേരള കോൺഗ്രസും തമ്മിലാണല്ലോ പോരാട്ടം. ഇവന്മാർക്ക് ബോറടിക്കുന്നുണ്ടാകും. കേരള കോൺഗ്രസ് പിറന്നു വീണ മണ്ണാണ് കോട്ടയം. കോട്ടയം തിരുനക്കര മൈതാനത്ത് വെച്ചാണ് മന്നത്ത് പത്മനാഭൻ കേരള കോൺഗ്രസ് എന്നൊരു പാർട്ടി ഉണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇത്തവണ 2 കേരള കോൺഗ്രസ്സുകാർ പരസ്പരം മത്സരിക്കുകയാണ്. അത് തന്നെയായിരിക്കും അതിൻ്റെ പൊളിറ്റിക്സ്. ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അവിടെയും കണ്ടാന്ന് തോന്നുന്നല്ലേ? ഇപ്പോൾ LDFൻ്റെയും UDFൻ്റെയും സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ LDFന് വേണ്ടിയിട്ട് സിറ്റിംഗ് MP തന്നെ മത്സരിക്കും, തോമസ് ചാഴിക്കാടൻ തന്നെ മത്സരിക്കും. UDFന് വേണ്ടി PJ ജോസഫ് വിഭാഗത്തിൻ്റെ ഫ്രാൻസിസ് ജോർജ് മത്സരിക്കുന്നു. തുഷാറാണ് NDയുടെ സ്ഥാനാർത്ഥി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അപ്പം ഞാൻ സംശയിക്കട്ടെ, കഴിഞ്ഞ തവണ മത്സരിച്ച സമയത്ത് ഈ ജോസ് കെ മാണിയും P ജോസഫൊക്കെ ഒന്നായിരുന്നല്ലോ. പിന്നെ ഈ UDFൻ്റെ ഒരു വോട്ടും, UDFൻ്റെ ഒരു കോർ ഏരിയ എന്നാണല്ലോ പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം ഇത്തവണ ജോസ് കെ മാണി ചാഴിക്കാടനൊക്കെ അപ്പുറം പോയി നിൽക്കുമ്പോൾ അവർക്ക് കിട്ടുമോ? ഇല്ല, അത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ കേരള കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന വിഭാഗങ്ങൾ അവരുടെ രാഷ്ട്രീയമായ പ്രിഫറൻസും കൂടി നോക്കിയിട്ടല്ലേ വോട്ട് ചെയ്യുന്നത്. അവരിപ്പോൾ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിന് വോട്ട് ചെയ്തവരെല്ലാവരും, കഴിഞ്ഞ തവണ ചാഴിക്കാടന് വോട്ട് ചെയ്തവരെല്ലാവരും ഇത്തവണ ചാഴിക്കാടന് വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിപ്പോൾ സ്ഥാനാർത്ഥിമാരുടെ പ്രത്യേകതകളെക്കാൾ ഉപരി നിലവിലുള്ള രാഷ്ട്രീയം കൂടി എന്തായാലും അവരുടെ ഒരു ചോയ്സിൽ വരും. പക്ഷെ കഴിഞ്ഞ തവണത്തെ മത്സരം എന്നൊക്കെ പറയുമ്പോൾ ഒരു വീറും വാശിയായിരുന്നു. അതൊരു LDF UDF മത്സരം തന്നെയായിരുന്നു അല്ലേ? ഇത്തവണയും LDF UDF മത്സരം തന്നെയായിരിക്കും എന്ന് മാത്രമല്ല, ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ വോട്ട് മാത്രമാണ് അവിടെ കൗണ്ട് ചെയ്യപ്പെടുന്നതെന്ന് വിചാരിക്കേണ്ട. പുതുപ്പള്ളി ഈ കോട്ടയം മണ്ഡലത്തിൻ്റെ ഭാഗമാണ്, കോൺഗ്രസ്സുകാരുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. പിന്നെ ഇപ്പോൾ അതുപോലെ തന്നെ വൈക്കം പോലെയുള്ള, ഏറ്റുമാനൂർ പോലെയുള്ള CPMന് സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. നിലവിൽ ഇപ്പോൾ VN വാസവൻ അടക്കം പ്രതിനിധീകരിക്കുന്ന മണ്ഡലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒരു ടോട്ടൽ പ്രക്രിയയായിട്ട് നടക്കേണ്ടതാണ്. ഒരു നല്ല ഫൈറ്റ് കോട്ടയത്ത് വരിക എന്ന് പറയുന്നത് സാധ്യതയാണ്. അല്ല, ഈ വാസവൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ. കഴിഞ്ഞ തവണ ചാഴിക്കാടിനെതിരെ വോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്ന വാസവൻ അടക്കമുള്ള ആൾക്കാർ ഇത്തവണ ചാഴിക്കാടിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എങ്ങനെ നടക്കുമോ? അല്ല, അതിപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ടെസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ LDF പ്രവേശം ഇതിനോടകം തന്നെ ഇലക്ടറലി ടെസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ അതിൽ ജോസ് കെ മാണിക്ക് പാലാ കടക്കാൻ കഴിഞ്ഞില്ല തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ചങ്ങനാശ്ശേരി പോലെയുള്ള മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് LDFൽ നിന്ന് ജയിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ആ ഒരു പരീക്ഷണം കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് കുറച്ചുകൂടി ഡയറക്റ്റ് ആയിട്ടുള്ള ഫൈറ്റാണ്. LDF UDF പൊളിറ്റിക്സിന് അപ്പുറത്ത് ആരാണ് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് തെളിയിക്കാനുള്ള ഒരു പോരാട്ടം കൂടി അവിടെ നടക്കുന്നുണ്ട്. PJ ജോസഫിൻ്റെ വിഭാഗത്തോട് പ്രത്യേകിച്ച് പലരും, ഇപ്പോൾ മാണിയുടെ കൂടെ ഉണ്ടായിരുന്ന ജോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും അങ്ങോട്ട് ചാടിയിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് നിഷ്പ്രഭമാക്കാൻ ഞങ്ങളാണ് യഥാർത്ഥ കേരള കോൺഗ്രസ്, മാണി സാറിൻ്റെ പിന്തുടർച്ചക്കാരൻ ഞങ്ങളാണ് എന്ന് പറയാനുള്ള സുവർണാവസരമാണ് അവിടെ ജോസിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ചാഴിക്കാടിനെ സംബന്ധിച്ചും. എങ്ങാനും അവിടെ തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ വേറെയും മറ്റു ചില പ്രശ്നങ്ങൾ വരാം. കാരണം ഇടതുമുന്നണിയിലെ കേരള കോൺഗ്രസ് ജനങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് വോട്ടേഴ്സിന് മുമ്പിൽ സ്വീകാര്യരാകുന്നില്ലേ തുടങ്ങിയ സംശയങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യാം. ഇതൊരു എന്താ പറയുക, പ്രധാനപ്പെട്ട മത്സരമാണ് രാഷ്ട്രീയമായി. അല്ല, അപ്പോൾ ഞങ്ങളുടെ റബ്ബറിനൊരു വിലയില്ലേ? ഇപ്പോൾ റബ്ബറിൻ്റെ വില എന്ന് പറഞ്ഞാൽ, റബ്ബറിൻ്റെ വില ഇപ്പോൾ നമ്മൾ പാമ്പ്ലാനി പിതാവ് റബ്ബറിൻ്റെ വില അനുസരിച്ച് ഞങ്ങൾ വോട്ട് തീരുമാനിക്കുമെന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അതിനുശേഷമാണ് ഈ മണിപ്പൂരും കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. പക്ഷേ ആ റബ്ബറിൽ കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഞങ്ങളിപ്പോൾ റബ്ബറിന് വില കൂട്ടിത്തരും എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യം ഇല്ലല്ലോ. അപ്പോൾ റബ്ബർ അധിഷ്ഠിതമായിരിക്കും കോട്ടയത്തെ ഇലക്ഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ മറ്റു പല വിഷയങ്ങൾ, ഇപ്പോൾ ചില ക്രൈസ്തവ വിഭാഗങ്ങൾ BJPയിലേക്ക് അടുക്കുന്നത്, മണിപ്പൂർ പോലെയുള്ള വിഷയങ്ങൾ, ഇതൊക്കെ അവിടെ പ്രതിഫലിക്കാം. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞങ്ങളാണ് നിങ്ങളെക്കാൾ മുമ്പിലെന്ന് തെളിയിക്കാനായിരിക്കും ഈ 2 കൂട്ടരും ശ്രമിക്കുക. എനിക്ക് തോന്നുന്നില്ല NDAക്ക് അവിടെ കാര്യമായി എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന്. തുഷാർ മത്സരിച്ചാൽ തന്നെയും NDAക്ക് അവിടെ കാര്യമായി എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ ആലപ്പുഴയില്ലേ, അവിടെ നമ്മുടെ നെൽകർഷകരൊക്കെ ഇല്ലേ, സിവിൽ സപ്ലൈസുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ചെറിയ കലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവത്തില്ലേ?
അപ്പോൾ ആലപ്പുഴയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആലപ്പുഴയിൽ മാത്രമല്ല നെൽകൃഷി ഉള്ളത്. കർഷകരെ സംബന്ധിച്ച് കർഷകരുടേതായ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്, ജീവിത പ്രശ്നങ്ങളുണ്ട്, ഇപ്പോൾ ജനങ്ങൾക്ക് വിലക്കയറ്റം പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ 100,000 പ്രശ്നങ്ങളുണ്ട്. ജനങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ അതാത് സമയത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലും ഒക്കെ വോട്ട് ചെയ്യും. നമുക്ക് ഏതെങ്കിലും ഒരു സിംഗിൾ ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമെന്ന് ഉറപ്പിച്ച് പറയാനൊന്നും കഴിയില്ല. ഇപ്പോൾ ഒരു തരംഗ ഇലക്ഷൻ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവാം. പക്ഷേ ഇത്തവണ ഒരു സിംഗിൾ ഫാക്ടറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ജനങ്ങൾ വിധി എഴുതുന്നത്. എന്നാലും ഞാനൊരു കാര്യം ചെയ്യട്ടെ, സംസ്ഥാനം ഭരിക്കുന്നത് LDF, അവരുടെ MP LDF, അവിടെ കർഷകരുടെ ആത്മഹത്യ പ്രശ്നങ്ങൾ, നെല്ല് സംഭരണത്തിൻ്റെ കാര്യങ്ങൾ, ഇത്തവണത്തെ ബജറ്റ് പോലും അവർക്കൊന്നും കിട്ടിയില്ല. ഒരു പുനർവിചിന്തനത്തിൻ്റെ സമയമൊക്കെ അവർക്കില്ലേ? കാരണം കഴിഞ്ഞ തവണ ഒരൊറ്റ സീറ്റ് കൊടുത്തത് ആലപ്പുഴയായിരുന്നേ. അല്ല, ഇപ്പോൾ നമ്മൾ ആലപ്പുഴ എടുത്തു കഴിഞ്ഞാൽ ആലപ്പുഴ LDF എന്തായാലും ജയിക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ ഒന്നും കാണണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയുടെ ഒരു ചരിത്രം എടുത്താൽ തന്നെ നമുക്ക് ഇപ്പോൾ മണ്ഡല പുനർനിർണയത്തിന് മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും മാറി മാറി അവർ പാർട്ടികളെ ജയിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ആരിഫ് ജയിക്കുന്നത് 10,000-ൽ പരം വോട്ടുകൾക്കാണ്. നമുക്കിത് അപ്പോൾ കണക്കുകളൊക്കെ അറിയാമല്ലോ. കഴിഞ്ഞ തവണ ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് വന്നു. അതിലവിടെ പ്രത്യേകിച്ച് UDF-നെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണ്ണയത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ അവർ പരിഹരിച്ചിരുന്നെങ്കിൽ, അത് അഡ്രസ്സ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഉൾപ്പോരുകളൊക്കെ ഒന്ന് ശമിപ്പിച്ചിരുന്നെങ്കിൽ 2020 ക്ലീൻ സ്വീപ്പ് അടിച്ചേനെ. 10,000 വോട്ടിന് വ്യത്യാസമേ ഉള്ളൂ ആരിഫും ഷാനിമോൾ ഉസ്മാനും തമ്മിൽ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. KC വേണുഗോപാൽ പ്രതികരിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ KC മത്സരിക്കാത്ത സാഹചര്യത്തിലാണ് പുതിയ സ്ഥാനാർത്ഥി വന്നത് എന്നുള്ളത് കാണണം. KCയുടെ കഴിഞ്ഞ 2014 വിജയവും വമ്പിച്ച വിജയമൊന്നും ആയിരുന്നില്ല ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് നടക്കാൻ കഴിയുന്ന മണ്ഡലമാണ് ആലപ്പുഴ. ആ ആലപ്പുഴയിൽ ആരെയാണ് UDF ഇറക്കുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇലക്ഷനിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. കുറേ രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ മാറി മാറി പരീക്ഷിക്കുന്ന മണ്ണല്ലേ. ഇത്തവണ സിദ്ദിഖിൻ്റെ പേരൊക്കെ UDF-ന്റെ ഭാഗത്ത് നിന്ന് കേട്ടിരുന്നത്. ഇല്ല, സിദ്ദിഖിൻ്റെ ആ കാര്യത്തിൽ ഞാനില്ല എന്നറിയിച്ചു UDF നേതൃത്വത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, സിദ്ദിഖ് എന്നുള്ളതിനേക്കാളും UDF-ന് അവിടെ പൊളിറ്റിക്കലി തന്നെ രാഷ്ട്രീയമായി തന്നെ പോരാട്ടം നടത്താൻ കഴിയുന്ന ആളുകൾ കിട്ടാത്ത സ്ഥലമൊന്നുമല്ലല്ലോ ആലപ്പുഴ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല. പിന്നെ KC വേണുഗോപാലിൻ്റെ തിരിച്ചുവരവ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഇതിനോടകം തീർപ്പാക്കപ്പെട്ടിട്ടില്ല. പക്ഷേ സാധ്യത തുലവും തുച്ഛമാണ്, ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ദേശീയ നേതൃത്വത്തിലേക്ക് പോയ KC-ന് ഒരു തിരിച്ചുവരവിനോ അതിന് പറഞ്ഞ് ഷുക്കൂറിന് അങ്ങനെ ആരെങ്കിലും മത്സരിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഷുക്കൂർ പണ്ട് KC നിയമസഭയിൽ നിന്ന് രാജിവെച്ച് ലോക്സഭാ MP ആയ സമയത്ത് പകരം മത്സരിച്ചത്, അതായത് ഒഴിവ് വന്ന ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലേക്ക് മത്സരിച്ചത് ഷുക്കൂറായിരുന്നു. അപ്പോൾ ഷുക്കൂറിൻ്റെ പേര് അവിടെ സജീവമായി ചർച്ചയാവുന്നത്. കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാനാണ് മത്സരിച്ചത്. ഷാനിമോളുടെ പേര് അത്ര സജീവമല്ല ഇത്തവണ. കോൺഗ്രസിനെ സംബന്ധിച്ച് സീറ്റ് അവിടെ ഉണ്ട്, സ്ഥാനാർത്ഥി വേണം എന്നുള്ള നിലയിലുള്ള അപൂർവ മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ ആലപ്പുഴ. അല്ല, അപ്പം അങ്ങനെ സംശയിക്കട്ടെ, ഈ NDA-യുടെ സാധ്യത എങ്ങനെയായിരിക്കും? അത് BDJS പിടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? കുറവാണ്. എനിക്ക് തോന്നുന്നു KS രാധാകൃഷ്ണൻ തന്നെയാണ് അവിടെ മത്സരിക്കുക. അവിടെ KS രാധാകൃഷ്ണനെ സംബന്ധിച്ച് ഈ മതപ്രഭാഷണങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ അമ്പലങ്ങളിലെ ഈ യോഗങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളും ഒക്കെ KS രാധാകൃഷ്ണന് പുള്ളിയുടേതായിട്ടുള്ള ഒരു ഓഡിയൻസിനെ, ക്ഷേത്രത്തിലൊക്കെ പോകുന്ന ആളുകളുടെ ഒരു ഓഡിയൻസിനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഒരു ഏതെങ്കിലും തരത്തിലുള്ള വിജയത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കീ ഫാക്ടർ ആവാനോ ഒന്നും BJP-ക്ക് അവിടെ കഴിയില്ല. BDJS-ന്റെ അല്ല, BJP-യുടെ തന്നെ സ്ഥാനാർത്ഥി സ്വാധീനമുള്ളൊരു മണ്ഡലമല്ല BJP-ക്ക് അത്ര വലിയ സ്വാധീനം അവകാശപ്പെടാൻ കഴിയുന്ന മണ്ഡലമല്ല. അപ്പോൾ BJP ഒരു വലിയ ഫാക്ടർ ആവില്ല. മത്സരം നേരിട്ടുള്ള മത്സരമാണ്. നേരിട്ടുള്ള മത്സരം എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ എന്തായാലും LDF-ഉം UDF-ഉം തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് നടക്കുക. നമ്മളിപ്പോൾ ഈ ആലപ്പുഴയുടെ ഒക്കെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ വലിയ സമുന്നതരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ ജയിച്ചു പോയിട്ടുള്ള മണ്ഡലമാണ്. അതേസമയം തന്നെ സമുന്നതരായ കോൺഗ്രസ് നേതാക്കളും ജയിച്ചു പോയിട്ടുള്ള മണ്ഡലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. VM സുധീരൻ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലം എന്ന് പറയുന്ന ആലപ്പുഴയിൽ തുടർച്ചയായിട്ട് VM സുധീരൻ ജയിച്ചു. ഒടുവിൽ VM സുധീരനെ തോൽപ്പിക്കാൻ വേണ്ടി KS മനോജ് എന്ന് പറയുന്നൊരു ഡോക്ടറെ 2004 LDF കളത്തിലിറക്കി. അങ്ങനെയാണ് ആലപ്പുഴ പിടിക്കുന്നത്. അതിനുശേഷം KC വേണുഗോപാൽ തുടർച്ചയായിട്ട് ആലപ്പുഴ ജയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. 2 വട്ടം KC വേണുഗോപാൽ ജയിച്ചു. ആലപ്പുഴയിൽ നിന്ന് ജയിച്ച് കേന്ദ്രമന്ത്രിയായി. അപ്പോൾ ആലപ്പുഴ എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലം എന്നൊക്കെ പറയുമെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത ധാരാളം പേർ കോൺഗ്രസ്സുകാരുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ആലപ്പുഴ. ആലപ്പുഴയുടെ ഒരു പുതുചരിത്രം അങ്ങനെയായിരിക്കും. പക്ഷെ മാവേലിക്കരയിൽ ഇനിയിപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് അല്ലാണ്ട് വേറെ ആരും നോക്കേണ്ട കാര്യമില്ലായിരിക്കുമല്ലോ. എന്നിപ്പോൾ നമ്മൾ പറയും. പക്ഷെ കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷിന് ഇത്തവണ മത്സരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്നാണ്. പക്ഷെ കൊടിക്കുന്നിൽ മത്സരിക്കും, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പുള്ളിയെ കാണാൻ പോയപ്പോൾ തന്നെ പറഞ്ഞു, പക്ഷേ വേറെ സ്ഥാനാർത്ഥി ഇല്ലല്ലോ എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ കൊടിക്കുന്നിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലൊക്കെ വരാൻ താല്പര്യവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ KPC പ്രസിഡന്റ് ആവുക പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ കൊടിക്കുന്നിൽ തന്നെ ആയിരിക്കും ഇത്തവണയും മാവേലിക്കരയിൽ ഇറങ്ങുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം കഴിഞ്ഞ തവണ ഈ UDF തരംഗം ഉണ്ടായപ്പോൾ പോലും വലിയ ഭൂരിപക്ഷം നേടാൻ കഴിയാത്ത മണ്ഡലമാണ് മാവേലിക്കര എന്ന് പറയാം. 50,000-ന് മുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ഇടുക്കിയുടെ കാര്യമോ കോട്ടയത്തിൻ്റെ കാര്യമോ ഒക്കെ പറഞ്ഞതുമാതിരിയുള്ള വമ്പിച്ച ഭൂരിപക്ഷം കഴിഞ്ഞ അവിടെ ഉണ്ടായിരുന്നില്ല. സ്റ്റിൽ ഒരു ഫൈറ്റിംഗ് ചാൻസ് ഉള്ള സീറ്റാണ് മാവേലിക്കര.
അല്ല, ഈ മാവേലിക്കരയുടെ ഒരു പൊതു ചരിത്രം ആ രീതിയിലുള്ള സ്വഭാവമാണോ കാണിക്കുന്നത്? അല്ല, ഇപ്പം മണ്ഡല പുനർനിർണയത്തിന് ശേഷം മാവേലിക്കര തുടർച്ചയായിട്ട് കൊടിക്കുന്നിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. ഇപ്പോൾ 2009 എടുത്താൽ, 2014 എടുത്താൽ, 2019 എടുത്താൽ അതിനിടയിൽ മന്ത്രിയായും ചെയ്തു. അതെ, കേന്ദ്രമന്ത്രിയാവും ചെയ്തു. പിന്നെ അതിന് മുമ്പുള്ള മാവേലിക്കരയാണോ അതിന് മുമ്പുള്ള അടൂരിനെയാണോ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് എന്നുള്ളതിനകത്ത് കൺഫ്യൂഷനുണ്ട് നമുക്ക്. എന്തായാലും ഇപ്പോൾ LDF-നെ സംബന്ധിച്ച് CPI-യുടെ സീറ്റാണ്. CPI ഇത്തവണ ജയിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന സീറ്റുകളിൽ ഒന്ന് മാവേലിക്കരയാണ്. കാരണം അവർക്ക് തിരുവനന്തപുരത്തോ വയനാട്ടിലോ പ്രതീക്ഷയില്ല. പിന്നെ ബാക്കിയുള്ള തൃശ്ശൂർ, മാവേലിക്കര സീറ്റുകളിൽ തൃശ്ശൂർ മാവേലിക്കരയും ജയിക്കാമെന്നാണ് CPI പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഉള്ള രാഷ്ട്രീയ പ്രാധാന്യം മാവേലിക്കരയ്ക്കുണ്ട്. പിന്നെ കൊടിക്കുന്നിലല്ലാതെ ഒരു ഓപ്ഷനിലേക്ക് കോൺഗ്രസ് പോകുന്നു ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാ സിറ്റിംഗ് MP-മാരും മത്സരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അല്ല, നിലവിൽ കൊടിക്കുന്നിലിനെ ബീറ്റ് ചെയ്യാനുള്ളൊരു ശക്തി CPI-ക്ക് ആ മണ്ഡലത്തിലുണ്ടോ? അല്ലേ, ഇപ്പോൾ അവരുടെ ഒരു യുവ നേതാവ് CA അരുൺകുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു യുവ നേതാവുണ്ട്. കോൺഗ്രസും ചില യുവ നേതാക്കളുടെയൊക്കെ പേരുകൾ താഴെത്തട്ടിൽ നിന്ന് ഉന്നയിച്ചിരുന്നു. പക്ഷെ അതൊന്നും മുകളിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത്തവണ ഇപ്പോൾ നമുക്കറിയാം ചിറ്റയം ഗോപകുമാർ, ചെങ്കറ സുരേന്ദ്രനൊക്കെയാണ് മുൻകാലങ്ങളിൽ മത്സരിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്ഥിരം പടക്കുതിരകളല്ലാതെ CPI എന്തായാലും ഒരു മാറ്റിപ്പരീക്ഷണത്തിനാണ്, യുവരക്തത്തിലൂടെ ഒരു മാറ്റിപ്പരീക്ഷണത്തിനാണ് ഒരുങ്ങുന്നത്. നിയമസഭയിലൊക്കെ ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്ന് വിജയം കണ്ടിട്ടുള്ള ഈ പുതുമുഖ പരീക്ഷണം ഇത്തവണ നമ്മൾ എന്തായാലും കാണേണ്ടി വരും. മാവേലിക്കരയിൽ അരുൺകുമാറിന് തന്നെയാണ് സാധ്യത. അവിടുത്തെ ഈ പറഞ്ഞ വർത്തമാനങ്ങളിലൊക്കെ അരുണിന്റെ പേരാണ് CPM-നും സ്വീകാര്യനാണ്. അപ്പോൾ ഒരു യുവ തുർക്കിയുമായി അല്ലെങ്കിൽ ഒരു യുവ നേതാവുമായി കൊടുക്കുന്ന എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ BDJS-ന് കണ്ണുള്ളൊരു സീറ്റാണെന്ന് തോന്നുന്നല്ലേ? BDJS മത്സരിച്ചിട്ടുണ്ട്. അവിടെ തഴവ സഹദേവൻ മത്സരിച്ചിട്ടുണ്ട്. പിന്നെ BJP-യുടെ സ്ഥാനാർത്ഥിയും മത്സരിച്ചിട്ടുണ്ട്. സുധീർ പഴയ യുവമോർച്ചയുടെ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ BJP ആണോ BDJS ആവുമോ എന്ന് ചോദിച്ചാൽ BJP-ക്കാണ് കൂടുതൽ സാധ്യത. മറ്റ് മണ്ഡലങ്ങളുടെ കൂടെ സീറ്റ് നിർണ്ണയം അനുസരിച്ചിട്ടിരിക്കും അത്. മാവേലിക്കര പക്ഷേ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഇപ്പം BJP മത്സരിച്ചാലും BDJS മത്സരിച്ചാലും അങ്ങനെ ഒരു വലിയ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടം BJP-ക്ക് NDA-ക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന മണ്ഡലം അല്ല അവിടെ. എനിക്ക് ഇത്തവണത്തെ കൗതുകത്തോടു കൂടി നോക്കാൻ താല്പര്യമുള്ളൊരു കാര്യം, ഒരു യുവ നേതാവിന് കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ള എന്താ പറയുക ഒരു സ്റ്റാൾ വാട്ടിനെ അപ്സെറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് മാത്രം. അതായത് മാവേലിക്കരയിൽ ഇത്തവണ കൊടിക്കുന്നിലിനെ മറിച്ചിടുവാണെങ്കിൽ അതൊരു പുതു ചരിത്രത്തിന്റെ പിറവിയായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ആന്റി ഇൻകംബൻസി എന്ന് പറയില്ലേ, ഒരു മണ്ഡലത്തിൽ ഒരാൾ കുറേ കാലം എന്നൊരു പ്രശ്നം കൊടിക്കുന്നിൽ അവിടെ നേരിടുന്നുണ്ട്. കൊടിക്കുന്നിലിന് ആ മണ്ഡലത്തിൽ 2 MP ഓഫീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് കൊട്ടാരക്കര ഭാഗത്തും ഒന്ന് ചങ്ങനാശ്ശേരി ഭാഗത്തും. കാരണം മണ്ഡലത്തിൽ നിന്ന് ഇല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് കാണാൻ വരാൻ ഒത്തിരി സമയം എടുക്കുമല്ലോ. വളരെ ആളുകളെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ, ആളുകളെ നന്നായിട്ട് ഇടപെടുന്ന കാര്യത്തിലൊക്കെ കൊടിക്കുന്നിൽ വളരെ ശ്രദ്ധാലുവാണ്. പക്ഷേ കൊടിക്കുന്നിലെ സംബന്ധിച്ച് തന്നെ ഞാനിനി കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമാകേണ്ട ആളല്ലേ എന്നുള്ള തോട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ഡലത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാ കാലത്തും ഒരേ MP മതിയോ, കുറച്ചുകൂടി എന്താ പറയുക ചുറുചുറുക്കുള്ള ഓടിച്ചാടി നിൽക്കുന്ന MP വേണ്ടേ എന്നുള്ള അഭിപ്രായമുണ്ട്. ഭയങ്കര രസമായിരിക്കും ഇത്തവണത്തെ മാവേലിക്കര എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ മണ്ഡലത്തിൽ തള്ളാനും പറ്റില്ല കൊള്ളാനും പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ് കൊടിക്കുന്നിൽ അല്ലേ? നമ്മൾ വേറൊരു പഴഞ്ചൊല്ല് പറഞ്ഞാൽ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന അവസ്ഥയിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകണം, KPCC പ്രസിഡന്റ് ആവണം, സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ റോൾ ഉണ്ടാവണം എന്നൊക്കെ ഉള്ളത് കൊടിക്കുന്നിലിൻ്റെ വലിയ ആഗ്രഹമാണ്. എപ്പോഴും ഇങ്ങനെ ഡൽഹിയിൽ MP ആയിരിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ. ഇത് മാത്രമല്ല ഇനി ഒരു UPA ഭരണം തുടങ്ങിയവയൊക്കെ വളരെ വിദൂരമായ പ്രതീക്ഷ മാത്രമാണ്. കേരളത്തിലെ കോൺഗ്രസ്സുകാർ വളരെ റിയലിസ്റ്റിക് ആണല്ലോ. അപ്പോൾ കേരളത്തിൽ എന്നല്ലാതെ കേന്ദ്രത്തിലൊരു ഭരണം എന്നുള്ളത് അവർ സമീപകാലത്തൊന്നും സ്വപ്നം കാണുന്നില്ല. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്ന ആഗ്രഹം ഒരു വശത്ത്. രണ്ടാമത്തത് ഈ മണ്ഡലം കൈവിട്ട് പോവുക എന്ന് പറയുന്ന വേറൊരു പ്രശ്നമുണ്ട്. മണ്ഡലം ഇങ്ങനെ നർച്ചർ ചെയ്ത് കൊണ്ടുവന്നിരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് കൈവിട്ട് പോവുക, അവിടെ വേറൊരാളെ നിർത്തിയാൽ ജയിക്കണമെന്നില്ല. ഇപ്പോൾ VP സജീന്ദ്രൻ്റെ പേരൊക്കെ പലയിടങ്ങളിലൊക്കെ കേട്ടെങ്കിലും വേറൊരാളെ നിർത്തിയാൽ ജയിക്കുമെന്ന കോൺഫിഡൻസ് കോൺഗ്രസിന് ഇല്ല എന്നാണ് കൊടിക്കുന്നിൽ പോലും വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം തീർച്ചയായിട്ടും മാവേലിക്കരയുടെ കാര്യത്തിലുണ്ട്. അപ്പോൾ LDF-നെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം എന്നൊരു പ്രതീതിയാണ്. പണ്ട് അടൂരായിരുന്ന സമയത്ത് ചെങ്കറ സുരേന്ദ്രൻ ജയിച്ചിട്ടുണ്ട് LDF ടിക്കറ്റിൽ, CPI ടിക്കറ്റിൽ. അപ്പോൾ അസാധ്യമായിട്ടുള്ള കാര്യമൊന്നും അല്ല, ഒരു യുവരക്തം എന്നുള്ളത് അതുകൊണ്ടാണ് അവർ പരിഗണിക്കുന്നത്. പിന്നെ ജനങ്ങളെ സംബന്ധിച്ചിട്ട് ഉള്ള അവരുടെ ഒരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വളരെ ചുറുചുറുക്കോടുകൂടി ഇടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു MP വേണം എന്നുള്ള താല്പര്യം ജനങ്ങൾക്കുണ്ടാകും. അപ്പോൾ കോൺഗ്രസിൻ്റെ റാങ്ക് ആൻഡ് ഫയലിൽ ഇപ്പോൾ ഈ കൊടിക്കുന്നിലുമായി ബന്ധപ്പെട്ടും മാവേലിക്കരയുമായി ബന്ധപ്പെട്ടൊക്കെ സോഷ്യൽ മീഡിയ ചർച്ചകളൊക്കെ ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട്. വേറൊരാൾ വരണം. പക്ഷേ അങ്ങനെ വളരെ കൃത്യമായിട്ട് വേറെ ആര് എന്നുള്ള ഒരു കാര്യം കോൺഗ്രസിന് മുമ്പിലില്ല. അതുകൊണ്ട് എന്തായാലും കൊടിക്കുന്നിൽ തന്നെ മത്സരിക്കാനാണ് സാധ്യത. പക്ഷേ ഇലക്ഷനാണ്, നമുക്ക് വേണമെങ്കിൽ സംഭവിക്കാം, ആരും ചെയ്യില്ല. പിന്നെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു 2020 ക്രിക്കറ്റ് മത്സരം പോലെയാണ്. ക്രിക്കറ്റിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മഹത്തായ അനിശ്ചിതാവസ്ഥയല്ലേ. ഇലക്ഷനും അങ്ങനെ ആവണമല്ലോ, അല്ലെങ്കിൽ വളരെ ഏകപക്ഷീയമായ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും മാവേലിക്കര ഫൈറ്റിംഗ് ചാൻസ് ഉള്ള ഒരു മണ്ഡലമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച്. CPI-ക്ക് കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക്, ലോക്സഭയിലേക്ക് ഒരു MP അയക്കാൻ കഴിയുന്നെന്ന് അവർ വിശ്വസിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ്. എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും സമയമുണ്ടല്ലോ. അതെ.